ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN പൊതുസഭയുടെ ഉച്ചകോടിയെ ഇന്ന് ന്യൂയോർക്കിൽ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് നിപ്പ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങൾ എല്ലാം നെഗറ്റീവാണെങ്കിലും ജാഗ്രത തുടരുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു. മുംബൈയിൽ നിന്നെത്തിയ വ്യക്തിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല, സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീംകോടതി. ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായി നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയുടെ അനുര കുമാര ദിസനായകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN പൊതുസഭയുടെ ഉച്ചകോടിയെ ഇന്ന് ന്യൂയോർക്കിൽ അഭിസംബോധന ചെയ്യും. ന്യൂയോർക്കിൽ കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തത്തിന്റെ എല്ലാ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പരസ്പര താൽപര്യമുള്ള കാര്യങ്ങൾ ഇരു പ്രധാനമന്ത്രിമാരും ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ ഏറ്റവും ശക്തരായ ബ്രാൻഡ് അംബാസഡർമാരാണ് പ്രവാസികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലുള്ള നസാവോ കൊളീസിയത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രവാസികൾ രാജ്യത്തിന്റെ ദൂതന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു. ബോസ്റ്റണിലും ലോസ് ഏഞ്ചൽസിലും 2 പുതിയ ഇന്ത്യൻ കോൺസുലേറ്റുകൾ തുറക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് നിപ്പ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങൾ എല്ലാം നെഗറ്റീവാണ്. നിപ്പ വൈറസ് വ്യാപനം നടക്കുന്ന മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എംബോക്സ് സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണവും സർക്കാർ നടത്തുന്നുണ്ടെന്നും വീണ ജോർജ് ഇടുക്കിയിൽ പറഞ്ഞു. പനംകളിൽ കൂടി രോഗം പകരുന്നതായി ചർച്ചകളുണ്ട്. ഇത് പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള പരിശോധനകൾക്കായി കോഴിക്കോട് പ്രത്യേക സെന്റർ ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കാസർഗോഡ് സ്വദേശിയായ യുവാവ് മരിച്ചു. മുംബൈയിൽ നിന്നെത്തിയ യുവാവാണ് കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന് സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ P രാജീവ്, MB രാജേഷ്, പാർട്ടി നേതാക്കളായ MA ബേബി, എളമരം കരീം ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. നിലവിൽ എറണാകുളം ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരം വൈകിട്ടോടെ എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറും. നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുമ്പോൾ വിവിധ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. കണ്ണൂരിൽ നിന്നും M വിജയൻ, ആകാശവാണി വാർത്തകളോട്. നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 3ാം ടേമിൽ 100ാം ദിവസത്തിന്റെ ഭാഗമായി വികസനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ റോഡിന്റെ വികസനം അഭൂതപൂർവമായ ഒരു വികസനമാണ് നടന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള റോഡ് വികസനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഈ റോഡ് വികസനം അഭൂതപൂർവമായ വളർച്ചയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വളർച്ചയും ഒക്കെ അഭിമാനപൂർവ്വം നമ്മൾക്ക് ഓർമ്മിക്കാൻ പറ്റിയതാണ്. സ്വച്ഛ് ഭാരത് സ്വച്ഛ് സാഗർ അഭിയാന്റെ ഭാഗമായി ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ദ്വീപുകളിലായി തീരദേശ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി ദ്വീപിൽ ആരംഭിച്ച ശുചീകരണ പരിപാടികൾ ലക്ഷദ്വീപ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ നേതൃത്വം നൽകി. വനിതാ കൂട്ടായ്മകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവൃത്തികളിലും തുടർന്ന് നടന്ന മനുഷ്യച്ചങ്ങലയിലും പങ്കാളികളായി. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീംകോടതി. കുട്ടികളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ കുറ്റം ചുമത്താനാകൂവെന്നും വീഡിയോകൾ സൂക്ഷിക്കുന്നത് കുറ്റകരമല്ലെന്നുമുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ വിധി മറികടന്നാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. IT ജീവനക്കാർ നേരിടുന്ന ചൂഷണത്തിനെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. പൂനെയിൽ മരിച്ച എറണാകുളം സ്വദേശി അന്ന സെബാസ്റ്റ്യന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചതാണിത്. ജോലിഭാരമാണ് അന്നയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു. ഈ വാർത്തകൾ
ആകാശവാണിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 19ാമത് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത മന്ത്രിതല കമ്മീഷൻ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ബുധനാഴ്ച നടക്കുന്ന യോഗത്തിൽ ഓസ്ട്രേലിയൻ വ്യാപാര വിനോദസഞ്ചാര മന്ത്രിയോടൊപ്പം ശ്രീ പീയൂഷ് ഗോയൽ സഹ അധ്യക്ഷത വഹിക്കും. നാളെ നടക്കുന്ന ഇൻഡോ പസഫിക് സാമ്പത്തിക ചട്ടക്കൂട് സംബന്ധിച്ച യോഗത്തിൽ അദ്ദേഹം വെർച്വലായി പങ്കെടുക്കും. ഓസ്ട്രേലിയൻ ഇന്ത്യൻ കമ്പനികളുടെ സിഇഒമാരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ശനിയാഴ്ച നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിന് മുന്നോടിയായി ചുണ്ടൻ വള്ളങ്ങൾ ഇന്നു മുതൽ പുന്നമടയിലെ ട്രാക്കിൽ പരിശീലന തുഴച്ചിൽ ആരംഭിക്കും. ഒരു വട്ടം ട്രാക്കിൽ പരിശീലനം പൂർത്തിയാക്കിയതാണെങ്കിലും അവസാനത്തെ ഒരുക്കമെന്ന നിലയിലാണ് ചുണ്ടൻ വള്ളങ്ങൾ പുന്നമടയിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. വലിയ ആഘോഷത്തോടും ആവേശത്തോടും കൂടി നടക്കുന്ന ചടങ്ങാണിത്. ട്രാക്ക് എൻട്രി കാണുവാൻ വലിയ ജനക്കൂട്ടവും എത്തും. വള്ളംകളി പ്രേമികൾക്ക് ആവേശം പകർന്ന് ചെറു വള്ളംകളികളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്. ഇന്നലെ നീരേറ്റുപുറത്തും പച്ചയിലും വള്ളംകളികൾ നടന്നു. നീരേറ്റുപുറം പമ്പ ബോട്ട് ക്ലബ്ബ് സംഘടിപ്പിച്ച ജലമേളയിൽ തലവടി ചുണ്ടൻ ജേതാവായി. നിരണം ചുണ്ടൻ 2ാം സ്ഥാനവും ജവഹർ തായങ്കരി 3ാം സ്ഥാനവും നേടി. പച്ച ചെക്കിടിക്കാട് ബോട്ട് ക്ലബിന്റെ അമർ ജവാൻ മത്സര വള്ളംകളിയിൽ ചിറമേൽ തോട്ടുകടവൻ ജേതാവായി. സംസ്ഥാനത്തുടനീളം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി നടത്തുന്ന സർവീസുകൾ വൻ വിജയത്തിലേക്ക്. തൊടുപുഴ ഡിപ്പോയിൽ നിന്നും ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ഉല്ലാസയാത്രാ സർവീസുകളെല്ലാം തന്നെ ജനപങ്കാളിത്തത്തോടെ വിജയകരമായപ്പോൾ ഡിപ്പോയ്ക്ക് മെച്ചപ്പെട്ട വരുമാനവും നേടിക്കൊടുക്കാനായി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സൂപ്പർഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ അടിച്ചുപൊളിച്ചുള്ള യാത്രയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഫീസ് നിരക്കുകളും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെയുള്ള പാക്കേജുകളാണ് യാത്രക്കാർക്കായി കെഎസ്ആർടിസി ഒരുക്കുന്നത്. ഉല്ലാസ കപ്പൽ യാത്ര, ജംഗിൾ സഫാരി, കടൽ കായൽ സവാരി, തീർത്ഥാടന കേന്ദ്രങ്ങളിലെ സന്ദർശനം തുടങ്ങി വ്യത്യസ്ത തരം ടൂർ പാക്കേജുകൾ ഉൾപ്പെടുത്തിയുള്ള ഏകദിന യാത്രകൾ ആയതിനാൽ സഞ്ചാരികൾക്കും ഏറെ താൽപര്യമാണ്. ഈ ഓണക്കാല സർവീസുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുക്ക് ചെയ്തത് ആറന്മുള വള്ളസദ്യയ്ക്കായുള്ള യാത്രയായിരുന്നു. സി കൊച്ചി എന്ന പേരിൽ പുതിയ സർവീസ് ഉടൻ തന്നെ ഡിപ്പോയിൽ നിന്നും ആരംഭിക്കും. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന വയനാടൻ യാത്രയും അടുത്ത മാസം തുടങ്ങും. ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായി നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയുടെ അനുര കുമാര ദിസനായകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രസിഡൻഷ്യൽ സെക്രട്ടേറിയറ്റിൽ ഇന്ന് രാവിലെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ആദ്യ റൌണ്ട് വോട്ടെണ്ണലിൽ ആർക്കും 50% വോട്ട് ലഭിക്കാത്തതിനാൽ 2ാം റൌണ്ടിലേക്ക് കടന്ന വോട്ടെണ്ണലിലാണ് അനുരയെ വിജയിയായി പ്രഖ്യാപിച്ചത്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അനുരയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കർണാടകയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. ഗംഗാവാലി പുഴയിൽ നിന്നും അർജുന്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ആംഗ്യഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 23 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ ആംഗ്യഭാഷാ ഗവേഷണ പരിശീലന കേന്ദ്രം ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ അധ്യക്ഷത വഹിക്കും. ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 102 പോയിന്റ് ഉയർന്ന് 84,646-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 71 പോയിന്റ് നേട്ടത്തിൽ 25,861-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 20 രൂപ കൂടി 6,980-ഉം പവന് 160 രൂപ ഉയർന്ന് 55,840-ഉമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN പൊതുസഭയുടെ ഉച്ചകോടിയെ ഇന്ന് ന്യൂയോർക്കിൽ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണെങ്കിലും ജാഗ്രത തുടരുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു. മുംബൈയിൽ നിന്നെത്തിയ വ്യക്തിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീംകോടതി. ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായി നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയുടെ അനുര കുമാര ദിസനായകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.